അഭീഷ്ടത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കാത്ത എന്റെ ആവശ്യം നിറവേറ്റി തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് നരകം വീണ്ടും ന്യായമായി അള്ളാഹുവിനോട് അവലാതി ബോധിപ്പിച്ചു. അള്ളാഹ് പരിഗണിച്ചു. ഇതൊക്കെ മുത്തുനബി പഠിപ്പിക്കേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബുനാ വ സയ്യിദുനാ വ നബിയുനാ റസൂലുള്ളാഹി. ഉടനെ അള്ളാഹു പരിഗണിച്ചിട്ട് പറഞ്ഞു, ശരി, വർഷത്തിൽ ഒരൊറ്റ തവണ നിനക്ക് ശ്വാസം വലിക്കും. 365 ദിവസങ്ങൾക്കിടയിൽ ഒരു തവണ. ആ വർഷം തീരുന്നതിനിടയിൽ നിനക്ക് ഉച്ഛ്വസിക്കാം, ശ്വാസം വിടാം. പക്ഷെ രണ്ടാമതൊരാവർത്തനം ആ വർഷം പറ്റൂല, പിന്നെ അടുത്ത വർഷം വേണം. സമ്മതിച്ചോ എന്ന് ചോദിച്ചു. നരകം സമ്മതിച്ചു. അന്ന് മുതൽ വർഷത്തിൽ ഒരൊറ്റ തവണ നരകം ശ്വാസം വലിക്കും. അതിന്റെ അലയൊലിയായി, അതിന്റെ പ്രതിഫലനമായി, അതിന്റെ പ്രകടനമായി ഭൂമി പല കാലങ്ങളിൽ, പല തോതുകളിൽ, പല അളവുകളിലായി തണുത്തു മരവിച്ചു പോകുന്നു. പ്രിയപ്പെട്ടവരെ, കുറെ കഴിഞ്ഞു നരകം ശ്വാസം വിട്ടു. അതിന്റെ അലയൊലിയായി, അതിന്റെ പ്രകടനമായി ഭൂമി വ്യത്യസ്ത കാലങ്ങളിൽ, അളവുകളിൽ, തോതുകളിലായി ചുട്ടുപൊള്ളുന്ന ചൂടായി മാറുന്നു. ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇവിടെയാണ് നരകം. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നരകം ഞാനും നിങ്ങളും വിലയിരുത്തേണ്ടത്. ഭൂമിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന തീ എവിടെന്നാ? നരകത്തിൽ നിന്നാണ്. ഭൂമിയെ പടച്ചു കഴിഞ്ഞപ്പോ ഭൂമിക്ക് തീയൊന്നുമില്ലായിരുന്നു, പിന്നെ വെള്ളം ഉണ്ടായിരുന്നു. പക്ഷെ തീ നരകത്തിൽ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം ഭൂമിക്ക് തീ കിട്ടിയത് അത് എപ്പോഴാ കൊണ്ടുവന്നതെന്നറിയോ? ആദം നബി അലൈഹി സ്വലാം ഭൂമിയിലെത്തിയിട്ട്. ആദം നബി ഭൂമിയിലെത്തിയിട്ട് എത്ര കാലായി? നമുക്കറിയാം, ശ്രീലങ്കയിലെ സിലോണിലെ ആദംമലയുടെ മുകളിലാ. അന്ന് ഇന്ത്യയിൽ പെട്ടതാ ശ്രീലങ്കയ്ക്ക്. അതാ മിനൽ ഹിന്ദി കിതാബുകളാണ്. ഇന്ത്യയിൽ പെട്ട സിലോണിലെ ആദംമലയുടെ മുകളിൽ മലക്കിന്റെ ചിറകിലേറി വന്നെത്തി. എന്നാ അതല്ല, എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിലാണ് ആദം നബി ആദ്യമായി വന്നെത്തിയത് എന്നൊക്കെ പണ്ഡിതന്മാരെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്താവട്ടെ, നമ്മളതൊന്നും ഇപ്പൊ ചർച്ചക്കിട്ടാൻ പറ്റൂല. എത്ര വർഷമായി എന്നറിയോ? ഭൂമി പഠിച്ചിട്ട് ലക്ഷക്കണക്കിന് വർഷമായി. പക്ഷെ ആദം നബി ഭൂമിയിലെത്തിയിട്ട് ഇന്നേക്ക് 14,000 വർഷമായിട്ടുള്ളൂ. ഏറി വന്ന 14,000 വർഷം. 13,000 ചില്ലറ വർഷമാണെന്ന സിംഹഭാഗം ചരിത്ര പണ്ഡിതന്മാരും പഠിപ്പിക്കുന്നത്. ആദം നബി ഭൂമിയിലെത്തിയതേ ഇന്ന് വരെ. എന്റെ പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ച് നോക്ക്. എന്തോ ആവട്ടെ, ആദം നബി ഭൂമിയിലെത്തുന്നവരെ ഭൂമി തീ കണ്ടിട്ടില്ല. ഉടനെ ആദം നബി ഭൂമിയിലെത്തിയപ്പോ അള്ളാഹു ജിബ്രീലിനെ വിളിച്ചിട്ട് പറഞ്ഞു, ജിബ്രീലേ, ആദമും മക്കളും ഇനി ഭൂമിയിലാ ജീവിക്കുക. അപ്പൊ അവർക്ക് തീ അനുഗ്രഹമായിട്ട് വേണം. അതുകൊണ്ട് നരകത്തിൽ ചെന്ന് മാലിക്കിനെ കണ്ട് ഒരു ഇച്ചിരി തീ വാങ്ങിച്ചുകൊണ്ടെന്ന് ഭൂമിക്ക് കൊടുക്കാൻ പറഞ്ഞു. തീ വേണമല്ലോ നമുക്ക് ജീവിക്കാൻ. അനുഗ്രഹത്തിന്റെ ഓരോ സംഗതികളാ. ഒന്ന് തീ, ഒന്ന് വെള്ളം, ഒന്ന് വായു. ഇതൊക്കെ വലിയ അനുഗ്രഹമാണ്. പക്ഷെ അതിന്റെ മറുസൈഡ് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഫ്രണ്ടിൽ 1-2 കസേര ഉണ്ട് കേട്ടോ, വരുന്നവർക്ക് ഇരിക്കാം. അതിന്റെ മറുസൈഡ് ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് തീ, വലിയ അനുഗ്രഹമാണ്. തീ എന്ന അനുഗ്രഹത്തിന്റെ മറുസൈഡ്, ആ തീ കൊണ്ട് തന്നെ ഒരു വിഭാഗത്തെ അള്ളാഹു കരിച്ചു കൊല്ലും. കൊന്നേക്കാമെന്നല്ല, അള്ളാഹു കൊല്ലും. വെള്ളം വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന്റെ മറുസൈഡ്, ആ വെള്ളം കൊണ്ട് തന്നെ ഒരു വിഭാഗത്തെ അള്ളാഹു മുക്കി കൊല്ലും. അള്ളാഹു അങ്ങനത്തെ മുസീബത്തുകളിൽ നിന്ന്, കാല ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. വായു അനുഗ്രഹമാണ്. മറുസൈഡ് തീക്ഷ്ണമായ കൊടുങ്കാറ്റുകളായി ഭൂമിയുടെ ജനബാഹുല്യ പ്രദേശങ്ങളെ യുദ്ധക്കളമാക്കി സംഹാര താണ്ഡവത്തിന്റെ കെടുതികളാക്കി തള്ളുന്നു. ഇതും അനുഗ്രഹമാണ്. പക്ഷെ മറുസൈഡ് അതാപ. അതെന്താണ് അതിന്റെ സിറെന്ന് അറിഞ്ഞൂടെ? അതൊക്കെ സൃഷ്ടിപ്പിന്റെ രഹസ്യങ്ങളാണ്. അവിടെയാ അല്ലാഹ് ഹക്കീം, നമുക്കറിയാത്ത റബ്ബിന്റെ അത്ഭുതകരമായ ഗൂഢരഹസ്യങ്ങളുടെ ഉള്ളറകളുടെ സിറുകളായ ഹിക്മത്തുകളാ പ്രിയപ്പെട്ടവർ. നമുക്കറിയില്ല, അതൊന്നും വെളിവാക്കപ്പെട്ടിട്ടില്ല. വെളിവാക്കപ്പെട്ട് അറിഞ്ഞവരാരും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല, ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയില്ല. ഒക്കെ നാളെ റബ്ബിന്റെ ലോകത്തെത്തണം. അല്ലാഹു നമ്മയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം നേരെ നരകത്തിന്റെ സംരക്ഷണത്തിന്റെ മെയിൻ കമാൻഡർ ആകുന്ന ഉത്തരവാദിത്തമുള്ള മാലിക്കിന്റെ മുമ്പിലേക്ക് ചെന്നു. എന്നിട്ട് മാലിക്കിനോട് ചെന്നിട്ട് ആഗമനോദ്ദേശം പറഞ്ഞു. മാലിക് അലൈഹിസ്സലാം കുറെ നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ഓഹോ, അപ്പൊ ആദമും മക്കളും ഇനി ഭൂമിയില? അതെ, ഭൂമിയില. അപ്പൊ അവർക്ക് തീ വേണല്ലേ? ശരി, ഇരിക്കട്ടെ. ആദമും മക്കളും എത്ര കാലം ഉണ്ടാവും ഭൂമിയില്? അത് 1000 കൊല്ലം ഉണ്ടാവും. ശരി, എന്നാ ഭൂമിയുടെ വിസ്തൃതി ഒന്ന് പറഞ്ഞ. നിങ്ങളല്ലേ ഭൂമി കണ്ടത്? വിസ്തൃതി പറയേ. വിസ്തൃതി പറഞ്ഞു. 650 കിലോമീറ്റർ നീളവും 125 കിലോമീറ്റർ വിസ്തൃതിയുമുള്ള ദൈവത്തിന്റെ കയ്യൊപ്പ് കൊണ്ട് അനുഗ്രഹീതമായ സമാധാനത്തിന്റെയും സാക്ഷരതയുടെയും സാംസ്കാരികതയുടെയും ശാന്തതയുടെയും വിളനിലമെന്നും ഈറ്റില്ലമെന്നും വിശേഷിപ്പിക്കപ്പെടുന്ന ഈ അക്ഷര കേരളത്തിന്റെ പ്രൗഢവിശാല വിസ്തൃതി പോലെ ഈ ഭൂമികയുടെ വിശാലത പറഞ്ഞു കൊടുത്തു ജിബ്രീൽ അലൈഹിസ്സലാം.
ഉടനെ ചോദിച്ചു മാലിക്, വെള്ളം എത്ര ഉണ്ട് ഭൂമിയിൽ? കാരണം വെള്ളം അറിയണം, പരസ്പരം രക്ഷയുടെ പൂരക കവചങ്ങളായി ഇത് രണ്ടും. അതുകൊണ്ട് വെള്ളം എത്ര ഉണ്ടെന്ന് അറിയണം. ഉടനെ ഭൂമിയുടെ വെള്ളം പറഞ്ഞു കൊടുത്ത്, ഇത്ര അളവ് വെള്ളമാ, ഒരുപാട് അളവ് കൂടുതൽ വെള്ളമാ. ശരി, എല്ലാം കേട്ടിട്ട് മാലിക് അലൈഹിസ്സലാം കുറെ നേരം നിന്ന് ആലോചിച്ചിട്ട്, എത്ര ഞാൻ പറയാ, ഒരു പിടിയും കിട്ടുന്നില്ല, എത്ര പറയണമെന്നൊരു പിടിയും കിട്ടുന്നില്ല. എന്നിട്ട് മാലിക് അലൈഹിസ്സലാം തന്നെ ജിബ്രീലിനോട് തിരിച്ചു പറഞ്ഞു, ജിബ്രീലേ, നിങ്ങളല്ലേ ഭൂമി കണ്ടയാള്, അതുകൊണ്ട് നരകത്തിൽ നിന്ന് ഭൂമി എത്ര തീ താങ്ങുമെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ട് ഒരു അളവ് പറഞ്ഞാൽ മതി. ആ അളവ് തീ ഞാൻ തരാം. പക്ഷെ ഓർത്ത് പറയണം, ഇത് റബ്ബിന്റെ കോപാഗ്നിയാ, അള്ളാഹുടെ ദേശീയാജ്ഞയ. അതുകൊണ്ട് ആലോചിച്ച് വേണം തീനാളം പറയാൻ. അളവ് കൂടിപ്പോയാൽ ഭൂമി കത്തിപ്പോകും. അള്ളാഹുടെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും. എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യം ഉണ്ടാവില്ല. ജിബ്രീൽ അലൈഹിസ്സലാം കുറെ നേരം ആലോചിച്ച് നോക്കി. എന്റെ പ്രിയപ്പെട്ടവരെ, അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തിദ് ദുനിയാ വൽ ബാഖിയാത്തുസ് സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബാ വഖൈറുൻ അമലാ ويوم نسير الجبال وترى الأرض بارزة وحشرناهم فلم نغادر منهم أحدا. എന്റെ പ്രിയപ്പെട്ട ജിബ്രീൽ കണ്ട നരകം കേട്ടുകൊണ്ടിരിക്കുന്ന ചിറക്കുളങ്ങരകാർ മുഴുവനും മനസ്സിലാക്കുക. ജിബ്രീൽ അലൈഹിസ്സലാം മാലിക്കിനോട് പറഞ്ഞു, മാലിക്കേ, അള്ളാഹുവിന്റെ കോപാഗ്നിയല്ലേ മാലിക്കേ, അള്ളാഹുവിനെ പാപം പ്രവർത്തിച്ചുകൊണ്ട് ദേഷ്യം പിടിപ്പിച്ച അടിമകളെ കാലങ്ങളോളം ചുട്ടരിക്കാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകം സംവിധാനിച്ചിരിക്കുന്ന ലോകമല്ലേ നരകം. അതുകൊണ്ട് ജിബ്രീൽ, നരകത്തിന്റെ തീനാളത്തിൽ നിന്ന് കൂടുതലൊന്നും ഭൂമിക്ക് വേണ്ട. ഒരു ഈന്തപ്പഴത്തിന്റെ അളവോളം തീനാളം തരിക, ഒരു ഈന്തപ്പഴത്തിന്റെ അളവോളം തീനാളം തരിക, അത് മാത്രം മതി ഭൂമിക്ക്. ജിബ്രീൽ അലൈഹിസ്സലാം മാലിക്കിനോട് പറയേ, പ്രിയപ്പെട്ടവരെ, എന്റെ ഉമ്മമാർക്ക് അറിയാമല്ലോ ഈന്തപ്പഴത്തിന്റെ അളവ്. ഇന്നും മേറാജിന്റെ സുന്നത്ത് നോമ്പ് മുറിച്ച നേരത്തെ ഈന്തപ്പഴം കടിച്ചില്ലേ? എന്റെ സഹോദരാ, ചിറക്കുളങ്ങരയുടെ അല്ലെങ്കിൽ കായംകുളത്തിന്റെ ഇട്ടാവട്ട ഭൂമികയില് 10,000 വരുന്ന മനുഷ്യ മക്കൾക്ക് ഉപയോഗിക്കാനുള്ള തീനാളമല്ല, ലോകത്തുള്ള മനുഷ്യ മക്കൾക്ക് മുഴുവനും ഉപയോഗിക്കാനുള്ള തീനാളമായി ജിബ്രീൽ അലൈഹിസ്സലാം അളവ് പറഞ്ഞു കൊടുക്കുന്നു. ഒരു ഈന്തപ്പഴത്തിന്റെ അളവോളം തീനാളം തരുമോ മാലിക്കേ? അല്ലാഹ് അലൈസൽ മൗതു യക്ഫീക فما تصنع بالدنيا وظل الميل يكفيك ألا يا طالب الدنيا دع الدنيا لسانك كما أضحك كالدهر كذاك الدهر يبكيك. മാലിക് അലൈഹിസ്സലാമിന്റെ മുഖം വല്ലാതെ ഗൗരവമാകുന്നു. മാലിക് അലൈഹിസ്സലാമാ ഈന്തപ്പഴത്തിന്റെ അളവോളം തീക്കട്ട പറഞ്ഞ ജിബ്രീലിന്റെ മുഖത്തേക്ക് ഗൗരവത്തിൽ നോക്കുന്നു. എന്നിട്ട് ജിബ്രീലിനോട് പറഞ്ഞു, ജിബ്രീൽ, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് നരകത്തിന്റെ തീനാളത്തിൽ നിന്ന് ഈന്തപ്പഴത്തിന്റെ അളവോളം വരുന്ന തീനാളം ഭൂമികയ്ക്ക് വേണ്ടി ചോദിക്കുന്നത്? നിങ്ങൾക്കറിയുമോ നരകത്തിന്റെ ഭീകരത? നിങ്ങൾക്കറിയുമോ നരകത്തിന്റെ ഭീഭത്സത? നിങ്ങൾക്കറിയുമോ നരകത്തിന്റെ സംഹാരിത? നിങ്ങൾക്കറിയുമോ നരകത്തിന്റെ തീക്ഷ്ണത? നിങ്ങൾക്കറിയുമോ നരകത്തിന്റെ ക്രൗര്യത? നിങ്ങൾ ചോദിക്കുന്ന ഈന്തപ്പഴത്തിന്റെ അളവോളം വരുന്ന തീനാളോ, ആ തീനാളവം കൊണ്ട് നിങ്ങൾ പറന്നുകൊണ്ട് ആകാശം പിളർന്നിട്ട് ആ തീനാളം ഒന്ന് ഭൂമിയിലേക്ക് കാണിച്ചാൽ തന്നെ ആകാശ
ആകാശത്ത് മുട്ടി നിൽക്കുന്ന തീനാളം ഭൂമി ഒന്ന് കണ്ടാ മതി ജിബ്രീൽ, ഭൂമി മുഴുവനും കത്തിച്ചാരമാകും ജിബ്രീൽ, ഭൂമി മുഴുവനും അമർന്നിരിയും ജിബ്രീൽ, ഒരു പിടി ചാരമാകും ജിബ്രീൽ. അതിന് മാത്രം ഭീകരമാണ് ഈന്തപ്പഴത്തിന്റെ അളവോളം വരുന്ന ഈ നരകത്തിന്റെ തീക്കട്ട പോലും ജിബ്രീൽ. അല്ലാഹ് യൗമ തശഖഖു السماء بالغمام ونزل الملائكة تنزيلا الملك يومئذ الحق للرحمن وكان يوما على الكافرين عسيرا. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം നിലപാട് മാറ്റി മാലിക്കിനോട് പറഞ്ഞു, മാലിക്, എങ്കിൽ ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ അളവോളം തീനാളം തരുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇനിയും അക്രമങ്ങൾ പ്രവർത്തിക്കണോ? ചിന്തിക്കുക. പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് വേണ്ടി ആളുകളെ കൂട്ടാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തി സമുദായ മക്കൾക്ക് വരദാനമായി തന്ന പരിശുദ്ധമായ പുണ്യങ്ങളുടെ പൂക്കാലമാകുന്ന റമളാന്റെ പൊന്നമ്പളി ആകാശ ലോകത്ത് ദൃശ്യമാകാ ഈ പ്രപഞ്ചം കാത്തു കൊതിച്ച് അത്യാർത്ഥിപ്പെട്ട് നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അക്രമം നമുക്ക് വേണ്ട. പാപത്തോട് സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിച്ചുകൊണ്ട് പടച്ച റബ്ബിലേക്ക് മടങ്ങാ പ്രിയപ്പെട്ടവരെ. ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ അളവോളം തീനാളം ചോദിച്ച് തീർന്നപ്പോ മാലിക് പഴയതുപോലെ വീണ്ടും ഗൗരവ ഭാവത്തോടെ പ്രതികരിച്ചു, ജിബ്രീൽ, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ അളവോളം തീനാളം ചോദിക്കുന്നത്? നിങ്ങൾ അറിയുമോ, ഈ നരകത്തീ ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ അളവോളം വരുന്ന തീനാളവും കൊണ്ട് നിങ്ങൾ പറന്നുകൊണ്ട് ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ പച്ചപ്പ് കൊണ്ട് അനുഗ്രഹീതമായ ഭൂമിയുടെ പ്രതലത്തിലെങ്ങാനോ ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ അളവോളം വരുന്ന തീനാളം ഒന്ന് ഉരുമിക്കടിച്ചാൽ ഭൂമിയുടെ പ്രതലത്തിൽ എവിടെയെങ്കിലും ഒന്ന് മുത്തം കൊടുത്തു കഴിഞ്ഞാൽ ഭൂമിയിലെ പിന്നെ വെള്ളമില്ല ജിബ്രീൽ, ഭൂമിയിലെ പിന്നെ സമുദ്രമുണ്ടാകില്ല ജിബ്രീൽ, ഭൂമിയിലെ ജലസ്രോതസ് മുഴുവനും കത്തി അമർന്നു പോകും ജിബ്രീൽ. ഒരു ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ അളവോളമുള്ള തീനാളം പോലും നമ്മുടെ ഭൂമി താകൂല പ്രിയപ്പെട്ടവരെ. അവസാനം എത്ര അളവാണ് കൊടുക്കേണ്ടതെന്ന് ജിബ്മാലിക്കിന് അറിയൂല, എത്രയാണ് ചോദിച്ചു വാങ്ങേണ്ടതെന്ന് ജിബ്രീലിനും അറിയൂല. രണ്ടുപേരും ധർമ്മസങ്കടത്തില. എത്രയാണ് ഭൂമി താങ്ങുന്നതെന്നറിയാതെ രണ്ടുപേരും മൗനത്തോടുകൂടി മൗനം ദീക്ഷിച്ചുകൊണ്ട് ഒരുപാട് നേരം ധർമ്മസങ്കടത്തിൽ നിൽക്കെ അവസാനം യജമാനനായ അല്ലാഹു ഇടപെടുന്നു. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വസ്സഹാദ ഹുവർ റഹ്മാനുർ റഹീം. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله سبحان الله سبحان الله عما يشركون. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇടപെട്ടുകൊണ്ട് ജിബ്രീലിനോട് പറഞ്ഞു കൊടുത്തു, ജിബ്രീൽ, നരകത്തിൽ നിന്നൊരൽപ്പം തീനാളമെടുക്കുക, എന്നിട്ടതിനെ വിഭജിക്കുക. അതിനെ വിഭജിച്ച് ഇനി രണ്ടാക്കാൻ കഴിയാത്ത തരത്തിലുള്ള ചെറിയൊരു തീപ്പൊരി എടുക്കുക. മിസ്കാലു ദർറ,
ചെറിയൊരു തീപ്പൊരി എടുക്കുക. എന്താണ് ഈ ദർറ എന്ന പദത്തിന്റെ അർത്ഥം എന്നറിയുമോ? ആശയം എന്റെ പ്രിയപ്പെട്ട ശാസ്ത്ര വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ചിന്തിക്കുക. അണുപോലും വിഭജിക്കപ്പെട്ട് പരമാണുവാക്കപ്പെടുന്ന ശാസ്ത്രത്തിന്റെ വിപ്ലവയുഗത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെങ്കിൽ അതേ പരമാണു തന്നെയാണ് അള്ളാഹു ഈ വാക്കുകൊണ്ട് ലക്ഷ്യമിടുന്നത്. എന്റെ ചിറക്കുളങ്ങരയിലെ ഉമ്മ, നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു ചെറിയ തീപ്പൊരി എടുക്കാൻ അള്ളാഹു നിർദ്ദേശം നൽകുന്നു. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ആ ചെറിയൊരു തീപ്പൊരി എടുത്തു. പ്രിയപ്പെട്ടവരെ, ഇനി രണ്ടാക്കാൻ കഴിയാത്ത തരത്തിലുള്ള തീപ്പൊട്ടെടുത്ത് പ്രിയപ്പെട്ടവരെ, അത് നേരെ ദുനിയാവിലേക്ക് കൊണ്ടുവന്നില്ല. അതുപോലും താങ്ങാറുള്ള ശേഷി നമ്മുടെ ദുനിയാവിനില്ല. ആ തീപ്പൊട്ട് നേരെ കൊണ്ടുപോയി അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ സമുദ്രത്തിന്റെ ഉള്ളറയിലേക്ക് മുക്കിത്താഴ്ത്തി. ഒന്നും രണ്ടും തവണയല്ല സഹോദര, 70 തവണയാ മുക്കിത്താഴ്ത്തിയത്. അഥവാ 70% പവർ കുറച്ചു. 30% മാത്രം പവറുള്ള ഈ ചെറിയൊരു തീപ്പൊരി ദുനിയാവിലേക്ക് കൊണ്ടുവന്നു. ദുനിയാവിലെ വലിയൊരു പർവ്വത സമുച്ചയത്തിന്റെ മുകളിലേക്ക് ഈ ചെറിയൊരു തീപ്പൊട്ട് വെക്കുന്നു. അല്ലാ, ഈ തീപ്പൊട്ട് വെക്കേണ്ട താമസം പർവ്വതം ഞരങ്ങാൻ തുടങ്ങി, പർവ്വതം പൊട്ടാൻ തുടങ്ങി, പർവ്വതം വിറവിറക്കാൻ തുടങ്ങി. കിടുങ്ങി മാറിക്കൊണ്ടിരിക്കുന്ന പർവ്വതത്തിന്റെ അടിക്കല്ലുകൾ പോലും ചീളുകളായി അന്തരീക്ഷത്തിലേക്ക് പറക്കാൻ തുടങ്ങി. വിസ്ഫോടനാത്മക ശബ്ദത്തോടെ പൊട്ടിക്കീറിക്കൊണ്ടിരിക്കുന്ന പർവ്വതത്തിന്റെ ഉള്ളറകളിൽ നിന്ന് ലാവ പ്രവഹിക്കാൻ തുടങ്ങി. ചുറ്റുവട്ടത്തുള്ള ഭൂമിക മുഴുവനും ചടുലമാടാൻ തുടങ്ങി. ഇതുപോലെ തീനാളം ഇവിടെ വെച്ചാൽ ഭൂമി മുഴുവനും ഇതുപോലെ എരിഞ്ഞമരുമോ എന്ന് ശങ്കിച്ചു പോയ മലക്ക ആ തീനാളം നരകത്തിലാ തീപ്പൊരി നരകത്തിലേക്ക് തന്നെ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു കളഞ്ഞു. നരകം പ്രിയപ്പെട്ടവരെ, നരകം ജിബ്രീൽ കണ്ട നരകം. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നരകമോചനം നൽകുന്ന വിഭാഗത്തിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആലോചിച്ച് നോക്കിക്കേ, അപ്പോഴും ഭൂമിക്ക് തീയായില്ലല്ലോ. കേട്ടോ, ഭൂമിക്ക് എങ്ങനെ തീ കിട്ടിയത്? സയൻസ് പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെ വിദ്യാർത്ഥികളൊക്കെ പറയാറുണ്ട്, ആദിമ മനുഷ്യൻ കല്ലുകൾ കൂട്ടിമുട്ടിച്ച് നോക്കിയപ്പോ തീ കിട്ടി, അല്ലെ? അതിൽ നിന്നാ തീ കണ്ടെത്തിയത്. പിന്നെ മരച്ചില്ലകൾ കൂട്ടിമുട്ടുമ്പോ തീ കത്തിയ. പല കുട്ടികളും ചോദിക്കാറുണ്ട്, മരച്ചില്ലകൾ കൂട്ടിമുട്ടുമ്പോ എങ്ങനെ തീ കത്തുക? അവിടെയൊക്കെ തീ ഉണ്ടോ? ആരെങ്കിലും കൊണ്ട് തീ കത്തിക്കുന്നത്? അല്ലാഹുവിന്റെ മുത്തനബി പറയുന്ന വിവരം നോക്ക്. പർവ്വതം കത്തിക്കൊണ്ടിരിക്കെ ആ പർവ്വതത്തിന്റെ ചുറ്റുവട്ടത്തുള്ള കൽച്ചീലുകളോടും മരച്ചില്ലകളോടും അല്ലാഹുവിന്റെ കൽപ്പന വന്നു. ആ പർവ്വതത്തിന്റെ ചൂടും തീയും പെട്ടെന്ന് ആവാഹിക്കാൻ. ഉടനെ ആ കൽച്ചീലുകളും മരച്ചില്ലകളും ആ തീനാളങ്ങൾ ആവാഹിച്ചു. അന്നു മുതൽ ആ മരച്ചില്ലകൾ കൂട്ടിമുട്ടുമ്പോ തീ കത്തുന്നത്, അന്നു മുതൽ ആ കൽച്ചീലുകളെ കൂട്ടിമുട്ടുമ്പോ തീ കത്തുന്നത് പ്രിയപ്പെട്ടവരെ നരകം, അള്ളാഹുവിന്റെ ഭീകരമായ നരകം. വിശുദ്ധ ഖുർആൻ ഏറ്റവും അധികം ചർച്ച ചെയ്ത വിഷയം ഏതെന്നറിയോ? വിശുദ്ധ ഖുർആൻ ഏറ്റവും അധികം ചർച്ച ചെയ്ത വിഷയത. നമ്മൾ ഒരുപാട് ഓതുന്നവരാ വിശുദ്ധ ഖുർആൻ. ഇനിയിപ്പോ റമദാൻ കടന്നുവരെ നമ്മൾ ഓതിയിട്ട് അസരി ഉസ്താദിന്റെ അടുത്തും നിഷാദ് ഉസ്താദിന്റെ അടുത്തും ഒക്കെ വന്നിട്ട് നമ്മളെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യും, ഖത്തം ദുആ വഴങ്ങാൻ പറയും, അല്ലെ? നമ്മൾ കൈമടക്കം ഒക്കെ കൊടുക്കും, ചെയ്യാതെ ഇല്ലേ? പരിപാടിയൊക്കെ ഉണ്ട്, നല്ലതാ. അതൊക്കെ ഓതന്നെ വേണം, അതിലൊക്കെ ബറക്കത്തുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആൻ എന്തൊക്കെയാണ് ചർച്ച ചെയ്ത് നമ്മൾ അറിയണ്ടേ? വിശുദ്ധ ഖുർആന്റെ പോയിന്റുകളാണല്ലോ ഈ പറയുന്നത്. ഏറ്റവും അധികം വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്ത പോയിന്റ് എന്താ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറിയോ? 6666 വരുന്ന ആയത്തുകളുടെ സമഞ്ജസ സമ്മേളനമായ വിശുദ്ധ ഖുർആൻ. 3,21,180 പരം വരുന്ന അക്ഷരങ്ങളിലൂടെ ലോകത്ത് ബുദ്ധി കൊണ്ട് അനുഗ്രഹീതരായ മാനവകുലത്തിന്റെ മനുഷ്യരാശിയുടെ ബൗദ്ധിക തലങ്ങളെ സവിസ്തരം പ്രതിപാദിക്കുന്ന ലോകത്തിന്റെ ആദർശ ജിഹ്വയും അനുഗ്രഹീത മാനവന്റെ മഹിതമായ ഭരണഘടനയുമായ വിശുദ്ധ ഖുർആൻ. ഈ വിശുദ്ധ ഖുർആൻ ഏറ്റവും അധികം ചർച്ച ചെയ്ത വിഷയം ഏതെന്നറിയോ? നിങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദുമാരുടെ മുമ്പിൽ സുബൈക്ക് നിങ്ങൾ എത്തണം. സുബൈക്കല്ലേ നമുക്ക് സമയം കിട്ടും. സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് ഉസ്താദുമാരുടെ തഫ്സീർ അനുസരിച്ച് ഓരോ ആയത്ത് അർത്ഥം വെച്ച് തരാൻ പറഞ്ഞാൽ അവര് ഫാത്തിഹ മുതൽ തുടങ്ങും, സൂറത്തു നാസ് വരെ ഇങ്ങനെ പറഞ്ഞു വർഷങ്ങൾ എടുക്കും. നമ്മളൊരു നോട്ട് ചെയ്യണം. അതൊക്കെ ഇന്നത്തെ ആയത്തിലെ ചർച്ച ചെയ്ത, ബക്കറയിലെ ഇത്രാമത്തെ ആയത്തിലെ ചർച്ച ചെയ്ത, ഇതിലെ ചർച്ച ചെയ്ത, ചരിത്രം ഇതാ, ഇങ്ങനെ നമ്മൾ നോട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം.
ഇങ്ങനെ നമ്മൾ അതിനെ പഠിപ്പിക്കാൻ പറ്റിയ ഉസ്താദുമാരായിരിക്കുന്നവർ, അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ഒക്കെ നൽകുമാറാകട്ടെ. അവസാനം നമ്മൾ ഇത് എടുത്തു വെച്ചിട്ട് മൊത്തത്തിലൊന്ന് നോക്കണം. വിശുദ്ധ ഖുർആൻ ഇതിൽ ഏറ്റവും അധികം ചർച്ച ചെയ്തത് ഏതാണ്? ഒരുപാട് ആവർത്തനങ്ങൾ ഉണ്ടല്ലോ. ആവർത്തനം എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷയങ്ങൾ. മൂസ നബിയുടെ ചരിത്രമൊക്കെ ആവർത്തിച്ച് തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് നമ്മളെ മനസ്സിനകത്ത് കൊള്ളാൻ. സ്വർഗം എത്ര സ്ഥലത്താ പറഞ്ഞത്? ഇങ്ങനെ തുടങ്ങിയിട്ട് വിശുദ്ധ ഖുർആൻ ഏറ്റവും അധികം ആവർത്തിച്ച വിഷയം ഏതാ നോക്കണം. ചരിത്രം പറയുന്ന വിശുദ്ധ ഖുർആൻ, ഗുണപാഠം പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ, പെണ്ണിനെതിരെയുള്ള കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ, ധാർമ്മികത പഠിപ്പിക്കുന്നുണ്ട്, മതേതരത്വം പഠിപ്പിക്കുന്നുണ്ട്, മനുഷ്യാവകാശം പഠിപ്പിക്കുന്നുണ്ട്, സ്വർഗത്തിന്റെ സുവിശേഷം തരുന്നുണ്ട്, നരകത്തിന്റെ മുന്നറിയിപ്പ് തരുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. ഇങ്ങനെ പ്രവാചകന്മാരുടെയും സമുദായ മക്കളുടെയും ഗതകാല ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അഭിനവ മനുഷ്യൻ ജീവിതത്തിൽ ഗുണപാഠം ഉൾക്കൊള്ളാൻ ഇങ്ങനെ മനുഷ്യ ജീവിതത്തിന്റെ ബഹുമുഖ തലങ്ങളെ പ്രതിപാദിക്കുന്ന വിശുദ്ധ ഖുർആൻ ഏറ്റവും അധികം ചർച്ച ചെയ്ത വിഷയം ഏതെന്ന് നോക്കിയാൽ നമുക്ക് ഒരു ഉത്തരം കിട്ടും. ഏതാണെന്നറിയോ? സ്വർഗല്ല. നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. ഏറ്റവും അധികം സ്വർഗം അല്ല, സ്വർഗത്തിനും അപ്പുറം വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്ത ഒരു വിഷയം കർമ്മ മേഖലകളാണ്. നമ്മുടെ കർമ്മ മേഖലകൾ അത്രയും വന്നിട്ടില്ല സ്വർഗത്തെ കുറിച്ചുള്ള ചർച്ചയും. ഈ കർമ്മ മേഖലകൾക്കും അപ്പുറം വിശുദ്ധ ഖുർആൻ ഏതെങ്കിലും ഒരു വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: ജിബ്രീൽ കണ്ട നരകം. അല്ലാഹു കാക്കുമാറാകട്ടെ. നമ്മൾ ആരെങ്കിലും ഈ വിശുദ്ധ ഖുർആൻ ഏറ്റവും അധികം ചർച്ച ചെയ്തത് ജിബ്രീൽ കണ്ട നരകമാണെന്ന് അറിഞ്ഞിട്ടും അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാതിരുന്നിട്ട് എങ്ങനെ അവിടെ വിശുദ്ധ ഖുർആൻ തന്നെ ഓതിയിട്ട് ഏതെങ്കിലും ഒരു ആയത്ത് ഓതിയപ്പോ ഒന്ന് ചങ്ക് നിറഞ്ഞിട്ട് പടച്ചോനെ ഈ നരകത്തിൽ എന്നെ വിടരുതേ റബ്ബേ ഒരു വാക്കെന്നോളം നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? എന്റെ സഹോദരിമാര് ചിന്തിച്ചിട്ടുണ്ടോ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലാ തഖ്സിദൻ മഅഹു ഇലാ ഗറദിദ് ദുനാ കസനാഇഹിം ഔ നഹവി ദാക തവസ്സുലാ വയകൂനു മദ്ഹൂഹും വദമ്മുഹും സവാ ലം യഖ്ശ ലൗമത ലായിമിൻ ഫീ ദിൽ ഉലാ. ഈ ബൈത്തിലൂടെ പരാമർശിക്കപ്പെടുന്ന ഇഖ്ലാസുള്ള ജീവിതത്തിന്റെ ഉടമ, ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ അനുശേദ്യനായ ഒന്നാമത്തെ രാജാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ ചിന്തിക്കേ, എന്റെ സഹോദരങ്ങളെ ആലോചിക്കേ. വിശുദ്ധ ഖുർആൻ ഏറ്റവും അധികം ചർച്ച ചെയ്തത് നരകമാണ് പ്രിയപ്പെട്ടവരെ. എന്തിനെന്നറിയുമോ? ഞാനും നിങ്ങളും നാവ് കൊണ്ടാ നരകത്തിന് വില പറയാതിരിക്കാൻ, ഞാനും നിങ്ങളും ചിന്ത കൊണ്ടാ നരകത്തിന് വില പറയാതിരിക്കാൻ, ഞാനും നിങ്ങളും ശ്രവണപുടം കൊണ്ടാ നരകത്തിന് വില പറയാതിരിക്കാൻ, ഞാനും നിങ്ങളും അക്രമത്തിലൂടെ നരകത്തിന് വില പറയാതിരിക്കാൻ അല്ലാഹു വിശുദ്ധ ഖുർആൻ നല്ലൊരു തലം മുഴുവനും ചിലവഴിച്ചത് ഈ നരകത്തിന് വേണ്ടി ആയിട്ട് പോലും ഒരു സങ്കോചവുമില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമുനായ ആഫീദങ്ങൾ കണ്ണുനീരിലൂടെ ലോകത്തെ പഠിപ്പിച്ചതാ. വിശുദ്ധ ഖുർആൻ എടുത്തു വെച്ചുകൊണ്ട് ഓതുമ്പോ നിലവിളിക്കും, مع الذين أنعم الله عليهم من النبيين من ذرية آدم وممن حملنا مع نوح ومن ذرية إبراهيم وإسرائيل وممن هدينا واجتبينا إذا تتلى عليهم آيات الرحمن خروا سجدا وبكيا. വിശുദ്ധ ഖുർആൻ പറഞ്ഞ സ്വഭാവത്തിന്റെ ഉടമയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിൽ നരകത്തിന്റെ ആയത്തുകൾ ഓതുമ്പോ നെഞ്ച് തകരുന്നു, തൊണ്ടയിടറുന്നു, തേങ്ങലുകൾക്ക് ജന്മം കൊടുക്കുന്നു, കണ്ണുകൾ സജലങ്ങളായി പൊട്ടുന്നു, മനസ്സിന്റെ ഉള്ളറയിൽ നിന്ന് വെള്ളിടി പൊട്ടുന്നു, തേങ്ങി തേങ്ങി
നിലവിളിക്കും പ്രിയപ്പെട്ടവരെ. ഇമാമുനായ യാഫീ തങ്ങളെ പഠിപ്പിക്കേ അങ്ങനെ നിലവിളിച്ച് ആ കരച്ചിൽ കേട്ടിട്ട് മദീനയിലെ അവിശ്വാസിനികളായ പെണ്ണുങ്ങളടക്കം അവരെ വീടുകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അബൂബക്കർ തങ്ങളെ കരയുന്ന കണ്ണിലേക്ക് നോക്കിക്കൊണ്ടിരുന്നിട്ട് ഇതെന്തൊരു കരച്ചിലാണ്, ഇതെന്തൊരു നിലവിളിയാണ്, ഈ മതത്തിന്റെ വേദഗ്രന്ഥത്തിന് ഇതിന് മാത്രം കരയിപ്പിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് വീട്ടിലെ കുഫാറുകളായ ആണുങ്ങളോട് പോയി അബൂബക്കർ തങ്ങളുടെ കരച്ചിലിനെ കുറിച്ച് പ്രശംസിച്ച് ദുഃഖത്തോടെ പറയുന്ന വാർത്ത ഇമാമുനായ യാഫീ തങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതിന് മാത്രം നരകത്തെ ഓർത്ത് കരഞ്ഞ് അവസാനം സമാധാനം നഷ്ടപ്പെടുമ്പോൾ അബൂബക്കർ തങ്ങൾ തങ്ങളുടെ മനസ്സും വജസ്സും വബസ്സും ഒരുപോലെ ജഗന്നിയന്താവിന്റെ ദർബാറിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്, യാ ലൈതനീ കുന്തു ശറത സ്വദിരി ഭൂമിൻ, യാ ലൈതനീ കുന്തു ശറത സ്വദിരി ഭൂമിൻ. അല്ലാ, ഈ പാവപ്പെട്ട അബൂബക്കറിനെ എന്തിന് പടച്ചു അല്ലാ? എന്റെ ഉമ്മാടെ പള്ളയിൽ എനിക്ക് എന്തിന് ജന്മം തന്നു അല്ലാ? എന്നെ പടക്കണ്ടായിരുന്നു അല്ലാ, എന്നെ മനുഷ്യനാക്കി സൃഷ്ടിക്കണ്ടായിരുന്നു അല്ലാ. കാരണം പടച്ചവനെ, നരകം മനുഷ്യ ശരീരത്തിന് വേണ്ടി ആർത്തി പിടിച്ചട്ടഹസിക്ക് ഈ രീതിയിൽ എന്നെ പടക്കണ്ടായിരുന്നു റബ്ബേ. എനിക്ക് സമാധാനം കിട്ടുന്നില്ല അല്ലാ. നിനക്ക് വേണ്ടി സമർപ്പണ വിനീത വിധേയതയോടെ പഞ്ചപുച്ഛമടക്കി ജീവിക്കുന്ന ഒരു മോമിനിന്റെ നെഞ്ചും കൂട്ടിലുള്ള നൂറുകണക്കിന് വരുന്ന രോമകൂപങ്ങളിൽ ഒരു രോമമാക്കി എന്നെ പടക്കാമായിരുന്നില്ലേ അല്ലാ? ഈ വാക്കും പറഞ്ഞുകൊണ്ട് അബൂബക്കർ തങ്ങൾ തേങ്ങി വീടുമായിരുന്നെന്ന് മഹാനായ ഇമാമുനായ യാഫീ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അവര് പോകുന്ന സ്വർഗത്തിലേക്ക് പോകണ്ടേ സഹോദരാ? ഒരു തുള്ളി കണ്ണുനീരെങ്കിലും പാപം പ്രവർത്തിച്ചത് പോകട്ടെ. ഞാൻ ന്യായീകരിക്കുകയല്ല. അതിന്റെ പേരിൽ കുറ്റബോധം വന്നിട്ട് ഈ വിശുദ്ധ ഖുർആൻ തുറന്നു പിടിച്ച് ഒരൊറ്റ ആയത്ത് വെച്ചിട്ടെങ്കിലോ പടച്ചവനെ എനിക്ക് മാപ്പ് തരണേ അല്ലാ. ഒരു വാക്കെങ്കിലും നെഞ്ചുരുകി മനമുരുകി റബ്ബിനോട് പറഞ്ഞിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? എന്റെ ചിറകുളങ്ങരയിലെ പൊന്നുപെങ്ങളെ, അബൂറബീനെ വിശദീകരിക്കാൻ നേരമില്ല മോളെ, ഞാൻ വിമർശിക്കുകയല്ല മോളെ. പരിശുദ്ധ റമളാനാ കടന്നു വരുന്നത്. എന്നെക്കാളും ഖത്തമോതുന്നു എന്റെ പെങ്ങൾ. ആണുങ്ങളെക്കാളും വീട്ടിലുള്ള ആണുങ്ങളെക്കാളും വിശുദ്ധ ഖുർആൻ ഒരുപാട് പാരായണം ചെയ്യാറുണ്ട് നമ്മുടെ സഹോദരിമാർ. അത് ശ്ലാഘനീയമാണ് മോളെ, അത് നല്ല ഇബാദത്താണ് പെങ്ങളെ. പക്ഷെ അബൂ റബീ ചോദിക്കട്ടെ മോളെ, ഇന്ന് വരെ നീ ഓതിയ വിശുദ്ധ ഖുർആൻ ആയത്തുകൾക്കിടയിൽ ഈ ജിബ്രീൽ കണ്ട നരകത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് തരുന്ന ഏതെങ്കിലും ഒരായത്ത് ഓതിയിട്ട് എന്റെ പൊന്നുമോളെ ചങ്ക് വേദനിച്ചിട്ടുണ്ടോ മോളെ? ഞാൻ അക്രമം ചെയ്തു റബ്ബേ, ഈ നരകത്തിൽ എന്നെ തള്ളരുതേ അല്ലാ. ഒരു വാക്കെങ്കിലും നീ മരമുരുകി നിന്റെ റബ്ബിനോട് പറഞ്ഞിട്ടുണ്ടോ മോളെ? ഏത് സ്വർഗമാണ് എന്റെ പൊന്നുമോള് കൊതിക്കുന്നത് അറിയുമോ നിനക്ക്? മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ ഈജിപ്തിന്റെ മിസ്രിന്റെ ലോകത്തെ അധ്യാത്മ ശാസ്ത്ര ലോകത്തെ രാജകുമാരിയാക്കി വാഴ്ത്തപ്പെടുന്ന മഹദിയാണ് മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. നമ്മുടെ കർമ്മലോകത്തെ അനിഷേധ്യ അധ്യക്ഷനാകുന്ന മഹാനായ ഇമാമുനാ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റഹിമഹുല്ലാഹ് പോലും ബറക്കത്തിന് വേണ്ടി സമീപിച്ച മഹദിയാണ് മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. അവരെങ്ങനാ മരിച്ചതെന്നറിയുമോ മോളെ? അവര് മരിച്ചതല്ല ഉമ്മ, അവരെ കൊന്നുകളയുകയായിരുന്നു. ആരാണ് അവരെ കൊന്നത് എന്നറിയുമോ? വിശുദ്ധ ഖുർആനിൽ നരകത്തെ കുറിച്ച് അല്ലാഹ് പറഞ്ഞ ആയത്തുകളാ. ആയത്തുകൾക്ക് മുഫസ്സിരീങ്ങളെ പേരിട്ടിരിക്കുന്നത് സുയൂഫുല്ലാന്നാ, അല്ലാഹുവിന്റെ വാളുകൾ എന്നാ. അത് ഈമാനുള്ള ഹൃദയങ്ങളെ വെട്ടിപ്പിളർത്തി കളയും പ്രിയപ്പെട്ടവരെ. അതുപോലെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ പരിസൈനോ റഹ്മാദൻ നബി മുത്ത് മകളായ ബംഗീസം അഹ്ലു ബൈത്തിൽ പതിയോരായ കരുണാർത്തരുൾ ബീവി നഫീസത്തിൽ റളിയല്ലാഹു
കരുണാർ റിലാനാകൾ കണേത്തിടല്ല. മഹദിയായ റഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലേക്ക് ഒരു ആയത്ത് മഹദിയുടെ ചങ്ക് പിടിക്കുന്നു. ഒരുപാട് തവണ നമ്മൾ ഓതിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ചെറിയ ഒരു ആയത്താ, ഇന്നലദൈന അങ്കാലം വജഹീമ. ഈ ആയത്തിന്റെ അർത്ഥം എന്തെന്നറിയുമോ? ഓതുന്നവർക്ക് അല്ലാഹു മുന്നറിയിപ്പ് തരേ, അക്രമം പ്രവർത്തിച്ചവരെ, അക്രമം പ്രവർത്തിച്ചവളെ, നാളെ നമ്മുടെ മുമ്പിലേക്ക് നിർബന്ധമായി നിങ്ങളെ കടന്നു വരും. ഈ അക്രമത്തോടെയാണ് നമ്മുടെ മുമ്പിലേക്ക് നിങ്ങൾ കടന്നു വരുന്നതെങ്കിൽ ഇന്നലദൈന അങ്കാല, നമ്മുടെ മുമ്പ് കുടുക്ക് ചങ്ങലകളുണ്ട് നമ്മുടെ മുമ്പിൽ. ആ ചങ്ങല കൊണ്ട് വരിഞ്ഞു മുറുക്കും നിങ്ങളെ. എന്നിട്ട് വജഹീമാ, ചാവാലെ പട്ടികളെ വലിച്ചെറിയുന്ന ലാഘവത്തോടെ നരകത്തിന്റെ പള്ളയിലേക്ക് വലിച്ചെറിയുമെന്ന് മുന്നറിയിപ്പ് തരുന്ന ആയത്ത. ഏത് ഈമാനുള്ളവർക്കാ